أشهد أن لا إله إلا الحمد لله ربي يهتف باسمك قلبي. الحمد لله الحمد لله الحمد لله ربي يهتف باسمك قلبي. الحمد لله الحمد لله حمدا إلهي وشكرا أنت يا معبود يا من جل قدراه جل قدراه. لك الحمد صمتا لك الحمد فرضا لك الحمد خفقا حثيثا ونبضا لك الحمد صمتا. اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون. اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, സൃഷ്ടികർത്താവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അൽ ഫുർഖാൻ സെന്റർ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. മതവിജ്ഞാനത്തിന്റെ പ്രസക്തി, മതവിദ്യാഭ്യാസത്തിന്റെ അനിവാര്യത, ഇതാണ് ആ ക്യാമ്പയിന്റെ തലവാചകം. എന്തിനാണ് ഇത്തരമൊരു ക്യാമ്പയിൻ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണർത്തുകയാണ് ഞാൻ. മലബാറിലെ പ്രശസ്തമായ
ഒരു സീനിയർ പ്രൊഫഷണൽ കോളേജിന്റെ ലേഡീസ് ഡേയുടെ വിവിധ തരങ്ങളായ പരിപാടിയിലെ അവസാനത്തേതും പ്രധാനപ്പെട്ടതുമായ ഇനം സദസ്സിന്റെ മൂലയിൽ, സ്റ്റേജിന്റെ മൂലയിൽ എൻലാർജ് ചെയ്ത ഒരു വലിയ മുഖം, ഒരു സിനിമാ നടന്റെ മുഖമാണ് അവിടെ ഉള്ളത്. 20നും 25 വയസ്സിനും ഇടയിലുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥിനികൾ അവരുടെ കണ്ണ് കെട്ടിയിട്ട് ആ സിനിമാ നടന്റെ ചുണ്ടിൽ കൃത്യമായി ചുംബിച്ചാൽ അവൾക്ക് മിസ് ഋതിക് പട്ടം ലഭിക്കുന്നു. ഇതാണ് ആ ഇനം. അതിൽ 25-ൽ പരം പെൺകുട്ടികൾ മത്സരബുദ്ധിയോട് പങ്കെടുക്കുകയും തട്ടമണിഞ്ഞ ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ പോലും അവരുടെ കണ്ണുകൾ കെട്ടി ഈ സിനിമാ നടന്റെ ചുണ്ടിൽ ചുംബിക്കുവാൻ നടന്നു നീങ്ങുന്ന രംഗം സഹോദരന്മാരൊന്ന് ആലോചിച്ചു നോക്കുക. സാംസ്കാരിക കേരളത്തിലാണ് ഇതുപോലെ അറുവഷളത്തരമായ പ്രവർത്തനം. ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നിരിക്കുകയാണ്. ഒരു ഭാഗത്ത് 17-18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി, ഇപ്പുറത്ത് കണ്ണീർ വാർത്തുകൊണ്ട് രണ്ട് മാതാപിതാക്കൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടേറിയ വാഗ്വാദം നടക്കുകയാണ്. അവസാനം ജഡ്ജിയുടെ ചോദ്യം, മകളെ, നിന്നെ ഇത്രയും കാലം പോറ്റി വളർത്തിയ മാതാപിതാക്കളോടൊപ്പം പോകാനാണോ നിനക്കിഷ്ടം, അതോ ഇന്നലെ നിന്റെ മനസ്സിനെ സ്വാധീനിച്ച ഈ കാമുകനോടൊപ്പം പോകാനാണോ? ആ പെൺകുട്ടിയുടെ മറുപടി, എന്റെ മാതാപിതാക്കളോടൊപ്പം എന്നെ വിടരുത് സർ, അവരെന്നെ കൊന്നുകളയും. അതുകൊണ്ട് എനിക്ക് എന്റെ കാമുകനോടൊപ്പം പോകണം. ഹിന്ദുവായ കാമുകനോടൊപ്പം പോകാൻ തന്റെ മകൾ തങ്ങളുടെ മുഖത്തു നോക്കി പറഞ്ഞപ്പോൾ ഹൃദയം പൊട്ടി കരയാൻ മാത്രമാണ് മാതാപിതാക്കൾക്ക് കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മൈൻകുട്ടി മേത്തർ ഹൈക്കോടതിയിലെ സീനിയർ അറ്റോർണിയാണ്. അദ്ദേഹം ഈ വിഷയം നമ്മളോട് പറഞ്ഞു തരുമ്പോൾ പറഞ്ഞൊരു വിഷയം, ഇത്തരം കേസുകളിൽ ഭൂരിപക്ഷം പെൺകുട്ടികളും ഗൾഫുകാരുടെ മക്കളാണ് എന്നാണ്. മുസ്ലിങ്ങളായ ഗൾഫുകാരുടെ മക്കൾ. ഇന്ന് ചാനലുകളുടെ അതിപ്രസരമാണ്. ആ ചാനലുകളിലേക്ക് വിളിക്കുവാനും അല്പനേരം ഒന്ന് രസം പങ്കിടുവാനും ആഗ്രഹിക്കുന്നു എല്ലാവരും. ഈ അടുത്ത് നടന്ന ഒരു സംഭവം, ഒരു പത്രത്തിൽ എഴുതി വന്ന ഒരു വാർത്ത. ഒരു ഉമ്മ തന്റെ മകളെ നിർബന്ധിക്കുകയാണ് ടി വി അവതാരകനുമായി സംസാരിക്കാൻ. ലൈൻ കിട്ടുമ്പോൾ ഉമ്മയുടെ മറുപടി എന്തെന്നറിയുമോ? എന്റെ മകൾ കുറെ കാലമായി ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം ഒന്ന് സംസാരിക്കാൻ. ഇതാ ഞാൻ ഫോൺ കൊടുക്കുന്നു. പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടി എന്നല്ല, പെണ്ണ്. ആ പെണ്ണിന് ടി വി അവതാരകനുമായി സംസാരിക്കുവാൻ വേണ്ടി പ്രസ് ചെയ്യുന്ന, സമ്മർദ്ദം ചെലുത്തുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന മാതാക്കളുള്ള കാലം. വൃദ്ധയായ രോഗിണിയായ മാതാവ്, തന്നെ പഠിപ്പിക്കുവാനും തനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാനും കഷ്ടപ്പെട്ട മാതാവ്, ആ മാതാവ് രോഗവും വൃദ്ധാവസ്ഥയും എത്തിയിരിക്കുന്നു. മകൻ പണിതുയർത്തിയ മണിമന്ദിരത്തിൽ താമസിക്കുവാൻ കൊള്ളാത്തവളായി. ഡോക്ടറായ മകൻ ആളുകളുടെ മുന്നിൽ അഭിമാനമുയർത്തിപ്പിടിക്കുവാൻ വേണ്ടി ആ വൃദ്ധയായ മാതാവിനെ പായിൽ പൊതിഞ്ഞ് തെരുവിൽ തള്ളി എന്നതാണ് നമുക്ക്
മുന്നിലേക്ക് പത്രങ്ങളിലൂടെ വന്ന വാർത്ത ഇങ്ങനെ: സമൂഹത്തിന്റെ ധാർമ്മികവും സദാചാരവും തകർക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാട് മലീമസമാണ്. പാശ്ചാത്യൻ സംസ്കാരത്തിന്റെ അധിനിവേശം സമൂഹത്തെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ നമുക്ക് സുരക്ഷിതത്വം നൽകുന്നതല്ല. ഒരുപക്ഷെ ഭൗതികപരമായ പല കാര്യങ്ങളും കുട്ടികൾ അവിടുന്ന് പഠിക്കുന്നുവെങ്കിലും ഈ കഴിഞ്ഞ ഇടക്ക് പുറത്തു വന്നിട്ടുള്ള അഖ്ബാറുൽ ഖലീജിലും അൽ അയ്യാം പത്രത്തിലും ഒക്കെ ചില വാർത്തകൾ വന്നത് വല്ലാതെ ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു. പിന്നെ ഇന്റർനെറ്റിന്റെ ഉപയോഗം വല്ലാതെ വ്യാപിച്ചു. അത് ആവശ്യമാണ്. വിവര സാങ്കേതിക വിദ്യ ഈ നൂറ്റാണ്ടിലെ പോലെ കുതിച്ചു ചാടിയ വേറൊരു നൂറ്റാണ്ട് കാണാനില്ല നമുക്ക്. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ മനുഷ്യന്റെ മുന്നിൽ തുറന്നിടുന്ന ഇന്റർനെറ്റ് ആവശ്യമാണ്. പക്ഷേ ഇന്ന് ബഹുഭൂരിപക്ഷം യുവാക്കളും ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്നത് വിജ്ഞാനത്തിന്റെ ആഴിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുന്ന് മുത്തും പവിഴങ്ങളും വാരിയെടുക്കാനല്ല, മറിച്ച് തന്റെ മനസ്സിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വികാരങ്ങളെ തട്ടി ഉണർത്തുന്ന നിലക്കുള്ള മോശമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചാനലുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഇങ്ങനെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം നല്ല പരിപാടികളുണ്ട്, പക്ഷേ ഭൂരിപക്ഷവും മോശമാണ്. ചാനൽ മുതലാളിമാരുടെ താളത്തിനൊത്തു തുള്ളുന്ന കുട്ടിക്കുരങ്ങുകളായാണ് ഇന്ന് സമൂഹം മാറിയിട്ടുള്ളത്. ഞാനെന്ത് തിന്നണം, ഞാനെന്ത് ഉടുക്കണം, ഞാനെങ്ങനെ നടക്കണം, ഞാനെങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് ചാനൽ മുതലാളിമാരാണ്. സദാചാരത്തെക്കുറിച്ച് സംസാരിച്ചാൽ, ധാർമ്മികതയെക്കുറിച്ച് സംസാരിച്ചാൽ, സത്യത്തെയും ധർമ്മത്തെയും നീതിയെയും കുറിച്ച് സംസാരിച്ചാൽ ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന സമൂഹം. ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം പരസ്യവാചകങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ജീവിക്കുന്ന ആളുകൾ. ഇവിടെയാണ് സഹോദരങ്ങളെ ഈ ക്യാമ്പയിന്റെ പ്രസക്തി. ഇവിടെയാണ് ഈ ക്യാമ്പയിനിന്റെ തലവാചകത്തിന്റെ പ്രസക്തി. മതവിജ്ഞാനത്തിന്റെ അനിവാര്യത. എന്തിനാണ് മതവിജ്ഞാനം നമ്മൾ പഠിക്കുന്നത്? എന്തിന് മതവിജ്ഞാനം ആവശ്യം? അതിനൊറ്റ മറുപടിയേ ഉള്ളൂ: ഉത്തമമായ ഒരു സമൂഹ സൃഷ്ടിക്കാണത്. വൈയക്തികവും കുടുംബവും സാമൂഹികപരവുമായ എല്ലാ മേഖലകളിലും ഉത്കൃഷ്ടമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടി. അതാണ് മതവിജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം നൂറ്റാണ്ടിന്റെയും 7-ാം നൂറ്റാണ്ടിന്റെയും ഉത്തരാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് പറയപ്പെടാൻ പറ്റുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും അധപതനത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ കിടന്നൊരു സമൂഹത്തിന് പടച്ച തമ്പുരാനിൽ നിന്നും അവതീർണമായ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് മനുഷ്യത്വത്തിന്റെ ഉജ്ജ്വല ഭാവ തലങ്ങളിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുവാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹുവിന്റെ അനുമതിയോടെ സാധിക്കുന്നു. മാത്രമല്ല, ഇന്നും ആ സമൂഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ ലോകത്തുടനീളമുള്ള മുഴുവൻ ശാസ്ത്രകാരന്മാരും അവരുടെ തലകൾ കുനിക്കേണ്ടതായി വരുന്നു. കാരണം ഇന്ന് നിലനിൽക്കുന്ന മുഴുവൻ ശാസ്ത്രശാഖയ്ക്കും സമ്മാനിച്ചത്, എല്ലാവിധ വിവരങ്ങളും സമ്മാനിച്ചു കൊടുത്തത് ആ പൂർവികരായിരുന്നു എന്നാണ്. ഇവിടെ വീണ്ടും ഒരു വിജ്ഞാന വിപ്ലവം ആവശ്യമായി വന്നിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തു പഠിപ്പിച്ചതുപോലെ ഒരാവശ്യം. ഇതിൽ എനിക്ക് പറയാനുള്ളത്, രക്ഷിതാക്കളുടെ പങ്ക് വളരെ അനിവാര്യമാണ്. മതവിജ്ഞാനം നൽകുന്നതിൽ രക്ഷിതാക്കളുടെ പങ്ക് സീമാതീതമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു: യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ. ഓ സത്യവിശ്വാസികളെ,
നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളെ നരകത്തിൽ നിന്ന് സൂക്ഷിച്ചുകൊള്ളുക. വഅഹ്ലീക്കും നിങ്ങളുടെ കുടുംബത്തിനെയും സൂക്ഷിച്ചുകൊള്ളുക. വഖൂദുഹന്നാസു വൽ ഹിജാറ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യനുമാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരങ്ങളെ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചുകൊള്ളണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മഹാനായ ഖത്താദത്ത് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. എന്താണ് ഈ ആയത്തിന്റെ വിശദീകരണം എന്നറിയുമോ? ഈ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുമ്പോൾ അതിന്റെ വിശദീകരണമായി പറഞ്ഞ ഒരു കാര്യം, തഅ്മുറുഹും ബിതാഅത്തില്ലാഹി വതൻഹാഹും അൻ മഅസിയത്തില്ലാഹ്. അല്ലാഹുവിനെ അനുസരിക്കുവാൻ നിങ്ങൾ അവരോട് കൽപ്പിക്കണം. വതൻഹാഹും അൻ മഅസിയത്തില്ലാഹ് പടച്ചവനെ ധിക്കരിക്കുന്നതിൽ നിന്നും അവരെ നിങ്ങൾ തടയുകയും വേണം. വഅൻ തഖൂമ അലൈഹിം ബിഅംരില്ലാഹ് അല്ലാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കുന്ന നിലക്ക് അവരിൽ നിങ്ങൾ നിലനിൽക്കണം. വതഅ്മുറുഹും ബിഹി വതുസാഇദുഹും അലൈഹി അവരോട് നിങ്ങൾ അടിക്കടി കൽപ്പിക്കുകയും നിങ്ങൾ അവരെ അതിൽ സഹായിക്കുകയും വേണം എന്നാണ്. മാത്രമല്ല വൈദാ റഅയ്ത മഅസിയതൻ എന്തെങ്കിലും ഒരു കുറ്റം അവരിൽ നിന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, പടച്ച തമ്പുരാന്റെ കൽപ്പനക്ക് ധിക്കാരമായിട്ട് എന്തെങ്കിലും തങ്ങളുടെ അഹ്ലിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് നിങ്ങൾ കണ്ടാൽ, ഖദഅ്തഹും അൻഹാ വസജർതഹും അൻഹാ അവരെ നിങ്ങൾ തടയുകയും അവരെ നിങ്ങൾ ശരിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. മഹാനായ ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദിബ് ഇബ്നക ഫഇന്നക മസ്ഊലുൻ അൻഹു. ഓ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് അദബ് പഠിപ്പിക്കണം, അഥവാ എല്ലാ നിലക്കുമുള്ള മര്യാദ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ഫഇന്നക മസ്ഊലുൻ അൻഹു പിതാക്കളെ, നിങ്ങൾ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. പടച്ച തമ്പുരാൻ നിങ്ങളോട് ചോദിക്കുന്നു, മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു. ഏ മനുഷ്യ, നീ നിന്റെ കുട്ടികളെ എന്താണോ നീ അവർക്ക് മര്യാദ പഠിപ്പിച്ചത്, എങ്ങനെയാണ് നീ അവർക്ക് എന്ത് വിജ്ഞാനമാണ് നുകർന്നു കൊടുത്തത് എന്ന് പടച്ച തമ്പുരാൻ നിങ്ങളോട് ചോദിക്കും. മാത്രമല്ല വഹുവ മസ്ഊലുൻ അൻ ബിർരിക വതവാഇയതിഹി ഇലൈക ആ കുട്ടികളും അവരും ചോദ്യം ചെയ്യപ്പെടും, നിനക്ക് നന്മ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന്, നീ പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ടോ എന്ന് കുട്ടികളും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ ബാധ്യതയാണ്. കുട്ടികൾക്ക് മര്യാദ പഠിപ്പിക്കുക എന്നത്, മര്യാദ എന്ന് പറഞ്ഞാൽ അതൊരു വിശാലമായ വാക്കാണ്. എല്ലാ നിലക്കുമുള്ള നീതി നിർവഹണം നടത്തപ്പെടുന്ന അവസ്ഥ, ആ നിലക്ക് എല്ലാ നിലക്കും എല്ലാ തുറയിലേക്കുമുള്ള മര്യാദകൾ അവരെ നിങ്ങൾ പഠിപ്പിക്കണം. ഇത് നമ്മുടെ ബാധ്യതയാണ്. കുട്ടികൾ നമ്മുടെ അമാനത്താണ്. പടച്ച തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലാണ് മക്കൾ. ആ മക്കൾക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്ന് ഉത്തരവാദിത്വം നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ അതിന് നമ്മൾ പടച്ച തമ്പുരാന്റെ അടുത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ആസ്വദിക്കാൻ സാധ്യമല്ല എന്നാണ്. പ്രവാചകൻ പറയുന്നു, മാമിൻ അബ്ദിൻ യസ്തർഈഹില്ലാഹു റഇയ ഏതെങ്കിലും ഒരു മനുഷ്യന് പടച്ച തമ്പുരാൻ അവനെ ഒരു ഭരണകർത്താവായി നിശ്ചയിക്കുന്നു, അഥവാ കാര്യങ്ങൾ തീരുമാനിക്കാനും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും പറ്റിയ ഒരാളായി നിശ്ചയിക്കുന്നു. ഫലം യുഹിത്ഹാ ബിനുസ്ഹിഹി അയാൾ ആ ഏൽപ്പിക്കപ്പെട്ട കുട്ടികളിൽ അല്ലെങ്കിൽ തന്റെ ഭരണീയരിൽ അവർക്ക് ഗുണകാംക്ഷ നിർഭരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടില്ലെങ്കിൽ ലം യർഹ റായിഹത്തൽ ജന്നാ സ്വർഗത്തിന്റെ മണം അവർ ആസ്വദിക്കുന്നതേയല്ല, സ്വർഗത്തിന്റെ സുഗന്ധം അവർ ആസ്വദിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകന്റെ മറ്റൊരു ഹദീസ് കൂടി ഞാൻ പറയട്ടെ. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി നിങ്ങൾ ഓരോരുത്തരും ഭരണകർത്താക്കളാണ്, നിങ്ങളുടെ ഭരണീയരെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്.
നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തി, എന്ത് ചെയ്തു, എന്ത് കൊടുത്തു എന്നൊക്കെ പടച്ചവൻ വരാൻ ചോദിക്കുമെന്നാണ്. എന്ത് വിജ്ഞാനമാണ് നിങ്ങൾ അവർക്ക് കൊടുത്തത് എന്ന് ചോദിക്കും പടച്ചവൻ. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന വിജ്ഞാനം അവർക്ക് കൊടുത്തോ? എന്താണ് അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടത്? എന്താണ് അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടത്? അവർക്ക് കൊടുക്കുന്ന വിജ്ഞാനം എന്തിനാവണം? പഠനവും വിജ്ഞാനവും വ്യക്തിത്വ വികാസനത്തിനും അതുവഴി സമൂഹ സൃഷ്ടിക്കുമാണ്. വെറുതെ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. അതുവഴി അയാളുടെ വ്യക്തിത്വ വികാസനം ഉണ്ടാകണം. അയാളുടെ വ്യക്തിത്വത്തിന് ഒരു ഉയർച്ച ഉണ്ടാവണം. ആ ഉയർച്ച സമൂഹത്തിന് നന്മയാകണം. ഇത്തരം കാര്യങ്ങളാണ് കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തഹു അലാ സുബിയാനിക്കും അവ്വല കലിമത്തിൻ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇഫ്തഹു അലാ സുബിയാനിക്കും, നിങ്ങളുടെ കുട്ടികളുടെ മേൽ നിങ്ങൾ ആരംഭിക്കുക, അവ്വല കലിമത്തിൻ, ആദ്യത്തെ വചനം, ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ അനശ്വരമായ മന്ത്രോച്ചാരണമാവട്ടെ നിങ്ങളുടെ കുട്ടികളുടെ വിജ്ഞാനത്തിന്റെ തുടക്കം. തൗഹീദ്, പടച്ച തമ്പുരാൻ എന്ന മഹാശക്തിയിലുള്ള അചഞ്ചലവും രൂഢമൂലവുമായ വിശ്വാസമാവട്ടെ കുഞ്ഞു ഹൃദയങ്ങളിൽ ആദ്യം നിങ്ങൾ നൽകേണ്ടത് എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകന്റെ കഴുതയ്ക്ക് പിന്നിൽ എപ്പോഴും പ്രവാചകന്റെ കൂടെ ഏതെങ്കിലും ഒരാളുണ്ടാകും. കൊച്ചു കുട്ടികളെ കണ്ട പ്രവാചകൻ പിന്നിലിരുത്തി കൊണ്ടുപോകും. ഒരിക്കൽ കുഞ്ഞു കുട്ടിയായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് പ്രവാചകൻ ആ കുരുന്നു മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത വർത്തമാനം എന്തെന്നറിയുമോ? യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, നിനക്ക് ചില വചനങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, ഫഇദാ സഅൽത ഫസ്അലില്ലാഹ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. കുഞ്ഞു മോനെ, നിനക്ക് ചില വചനങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? എന്നാണ് ആ വചനങ്ങൾ എന്നറിയുമോ? ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, മോനെ നീ പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണം കേട്ടോ, എന്നാൽ പടച്ചവൻ നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, മോനെ പടച്ച തമ്പുരാനെ ശരിക്ക് സൂക്ഷിച്ച് ജീവിക്കണേ, എന്നാൽ നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പടച്ചവനെ നിനക്ക് മുന്നിൽ കാണാൻ സാധിക്കും മോനെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, മോനെ നിനക്ക് എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ നീ പടച്ചവനോട് മാത്രമേ ചോദിക്കാവൂ കേട്ടോ. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പടച്ചവനോട് തേടിക്കോ മോനെ. കുഞ്ഞു കുട്ടിക്ക്, ചെറിയ പിഞ്ചോമനയുടെ ഹൃദയത്തിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നട്ടുപിടിപ്പിക്കുകയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ വിശ്വാസം. പ്രവാചകൻ പറയുന്നു, മക്കളെ തുടങ്ങേണ്ടത് ഹരിശ്രീയിലല്ല, ഹരിശ്രീ ഗണപതായേ നമ. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യല്, അതിലല്ല എന്ന്. പിന്നെ കുട്ടിയുടെ തുടക്കം അവന്റെ ഹൃദയത്തിൽ വരേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാകുന്നു എന്നാണ്. ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വർത്തമാനം ഇങ്ങനെയാണ്: തഅല്ലുമുസ് സുബിയാൻ അൽ ഖുർആൻ അസ്ലുൻ മിൻ ഉസൂലിൽ ഇസ്ലാം. ഒരു കുട്ടിക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുക എന്നത് ഈ മതത്തിന്റെ അടിസ്ഥാന തത്വമാണ് എന്നാണ്. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കൽ മതത്തിന്റെ അടിസ്ഥാന തത്വം. ഫയുൻഷിഊന അലൽ ഫിത്ര, അങ്ങനെ നിങ്ങൾ പഠിപ്പിച്ചാൽ ആ കുട്ടി ശുദ്ധ പ്രകൃതിയിൽ തന്നെ വളർന്നു വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ്: കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ സന്താനങ്ങളും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. ഫഅബവാഹ്, അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയും നസ്രാണിയും മജൂസിയും ഒക്കെ ആക്കി തീർക്കുന്നത്. രക്ഷിതാക്കളുടെ സ്വാധീനമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ബോധവും പരിശുദ്ധ ഖുർആനും അവരുടെ ഹൃദയത്തിൽ നട്ടുപിടിപ്പിച്ചോളൂ. എന്നാൽ ഫയുൻഷിഊന അലൽ ഫിത്ര, ആ കുട്ടി ശുദ്ധ പ്രകൃതിയിൽ ഉയർന്നു വരും. ശുദ്ധ പ്രകൃതിയിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് കളവ് പറയാൻ സാധ്യമല്ല, ആ കുട്ടിക്ക് കളവ് നടത്താൻ സാധ്യമല്ല, ആ കുട്ടിക്ക് മൂത്തവരെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല, മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല, ആ കുട്ടിക്ക് പിതാവിനെയും മാതാവിനെയും അർഹിക്കുന്ന സ്ഥാനം കൊടുക്കാതിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ 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 ജീവിതത്തിന്റെ നാനാവശങ്ങളിലും സംസ്കൃത ചിത്തനായ ഒരു കുട്ടിയുടെ
ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് കാണാൻ കഴിയും. ഫയുൻഷിഊന അലൽ ഫിത്ര വയസ്ബിഖു ഇലാ ഖുലൂബിഹിം അൻവാറുൽ ഹിക്മ ഖബല തമക്കുനിൽ അഹ്വാഇ മിൻഹാ. കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ഇച്ഛകൾ സ്ഥാനം പിടിക്കുന്നതിന് മുമ്പ് പടച്ചതമ്പുരാന്റെ ആ പ്രകാശം അവരുടെ ഹൃദയത്തെ പ്രഭാപൂരിതമാക്കട്ടെ. ആദ്യം അത് സംഭവിക്കട്ടെ. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം ഇങ്ങനെ പറയുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ആത്മീയമായ വിജ്ഞാനം മുഖേനയുള്ള ശിക്ഷണത്തിലൂടെ മാത്രമാണ് ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുക. അതേറ്റവും മഹത്തരവുമാകുന്നു. നമ്മൾ നമ്മുടെ കുട്ടിക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു, നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വർത്തമാനം നിങ്ങൾക്കറിയുമോ? ലാ യുഅദ്ദിബ റജുലു വലദഹു ഖൈറുൻ മിൻ അൻ യതസദ്ദഖ ബിസാഇൻ. ഒരു മനുഷ്യൻ തന്റെ കുട്ടിക്ക് അദബ് പഠിപ്പിക്കൽ ഒരു സാൾ അഥവാ 2.5 കിലോ ഭക്ഷണം സദഖ നൽകുന്നതിനേക്കാൾ ഉത്തമം അതാകുന്നു. പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മം കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്കൃഷ്ടം തന്റെ കുട്ടിക്ക് അദബ് പഠിപ്പിക്കലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് എത്ര സമ്പത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെ? ഈ പ്രവാസ ജീവിതത്തിൽ നാം കഷ്ടപ്പാടും യാതനകളും പലപ്പോഴും നമ്മുടെ പലതും മാറ്റിവെച്ചുകൊണ്ട് നാം അധ്വാനിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ നാളത്തെ ഭാവിക്ക് വേണ്ടിയിട്ട് അവർ തെണ്ടാൻ പാടില്ല എന്ന ഉദ്ദേശ്യത്താൽ. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ നഹല വാലിദുൻ വലദൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. ഒരു പിതാവും തന്റെ കുട്ടിക്ക് വേണ്ടി കൊടുക്കുന്നില്ല, ഒന്നും അവർ കൊടുക്കുന്നില്ല ഏറ്റവും ഉത്കൃഷ്ടമായി മിൻ അദബിൻ ഹസൻ, നല്ല മര്യാദയേക്കാൾ വേറെ ഒന്നും അഫ്ളലല്ല. മഹാനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിച്ചിട്ട് പറയും, ഇന്നൽ വാലിദ യജിബു അലൈഹി തഗ്ദിയതു ജിസ്മിൽ വലദ് ബിത്വആമി വശറാബ് വകിസ്വതു ബദനിഹി ബില്ലിബാസ്. ഒരു പിതാവിന് നിർബന്ധമാണ് തന്റെ കുട്ടിയുടെ ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണവും പാനീയം കൊടുക്കണം. ആ ശരീരത്തെ മറക്കുവാൻ ഉതകുന്ന നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. പക്ഷേ കദാലിക യജിബു അലൈഹി അൻ യുഗദ്ദിയ ഖൽബ വലദിഹി ബിൽ ഇൽമി വൽ ഈമാൻ വയക്സു റൂഹഹു ബിലിബാസി തഖ്വ ഫദാലിക ഖൈർ. അതുപോലെ പിതാക്കളെ നിർബന്ധമാണ് നിങ്ങളുടെ കുട്ടിയുടെ ഹൃദയ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണം കൂടി നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ കുട്ടിയുടെ ഹൃദയ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണം അതെന്താണ്? ബിൽ ഇൽമി വൽ ഈമാൻ. പടച്ച തമ്പുരാനിൽ നിന്നും അവതീർണമായ ഈ പരിശുദ്ധ ഖുർആനിൽ അധിഷ്ഠിതമായ മതവിജ്ഞാനത്തിലൂടെയും കറകളഞ്ഞ വിശ്വാസത്തിലൂടെയും നിങ്ങളുടെ കുട്ടിയുടെ ഹൃദയത്തെ നിങ്ങൾ പരിപോഷിപ്പിക്കുക. ഇനി വയക്സു റൂഹഹു ബിലിബാസി തഖ്വ, തഖ്വയാകുന്ന വസ്ത്രം കൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ ആത്മാവിനെ നിങ്ങൾ വസ്ത്രമണിയിക്കുകയും ചെയ്യൂ. ഫദാലിക ഖൈർ, അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് കേട്ടോ. നിങ്ങൾ ആയിരക്കണക്കിന് ദിനാറുകൾ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം അത് വേണ്ട എന്നല്ല, അതിനേക്കാളൊക്കെ ഉത്തമം ആ കുട്ടിയുടെ ഹൃദയ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷണം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇവിടെയാണ് സഹോദരങ്ങളെ നേരത്തെ ഞാൻ പറഞ്ഞത്, ഇത്തരം ചില പോഷണം ഇല്ലാത്തതിന്റെ കുറവാണ്. ഇത്തരം പോഷണത്തിന്റെ കുറവാണ് സമൂഹത്തിൽ, കുട്ടികളിൽ, കൗമാരപ്രായക്കാരിൽ, യുവാക്കളിലൊക്കെ ധാർമ്മിക സദാചാര ജീർണതകൾ കടന്നു വരുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കണം. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ ശക്തമായ പ്രതിഫലം നിങ്ങൾക്ക് പടച്ചവൻ നൽകുന്നു. ഈ മാർഗത്തിനു വേണ്ടി നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ വാർത്തെടുക്കുകയാണെങ്കിൽ പടച്ചതമ്പുരാന്റെ അടുത്ത് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. പ്രവാചകൻ പറയുന്നു, മൻകാന ലഹു സലാസു ബനാത്തിൻ, ആർക്കെങ്കിലും 3 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ യുഅദ്ദിബുഹുന്ന വയക്ഫീഹിന്ന വയർഹമുഹുന്ന, ആ കുട്ടികൾക്ക് കൃത്യമായ മര്യാദ പഠിപ്പിക്കുകയും അവർക്ക് മതിയായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരോട് കരുണയോടെ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ഫഖദ് വജബത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമായി പോയി.
ആ രക്ഷിതാവിന് സ്വർഗം നിർബന്ധമായി പോയി. ഒന്നിലധികം പെൺകുട്ടികളെ പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ ഭാര്യയോട് ദേഷ്യം ഉണ്ടാകുന്ന ഭർത്താക്കന്മാർ, പെൺകുട്ടികൾ കൂടുതലാകുന്നതിന്റെ പേരിൽ മനോവിഷമം അനുഭവിക്കുന്ന പിതാക്കന്മാർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാന്ത്വനപ്പെടുത്തുകയാണ്. ഓ പിതാവേ, 3 കുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ലവണ്ണം അവരെ വളർത്തിക്കോ, അവർക്ക് നല്ല വിജ്ഞാനം പകർന്നു കൊടുത്തോ, ദീന് പഠിപ്പിച്ചോ, കരുണയോടെ വർത്തിച്ചോ. എന്നാൽ വജബത്ത് ലഹുൽ ജന്ന, സ്വർഗമുറപ്പാണ് കേട്ടോ. അപ്പോഴതാ സദസ്സിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നു, പ്രവാചകനോട് ചോദിച്ചു, വസിന്തൈനി യാ റസൂലല്ലാഹ്, 2 പെൺകുട്ടികളാണെങ്കിലോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, വസിന്തൈൻ, 2 പെൺകുട്ടികളാണെങ്കിലും ഈ കൂലി ലഭിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. എന്തു വേണം? ആ കുട്ടിക്ക് ശാരീരിക പോഷണം കൊടുക്കുന്നതോടൊപ്പം ഹൃദയ പോഷണം കൂടി കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണം, എന്നാലേ കിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിജ്ഞാനത്തിന് മാത്രമേ ധാർമ്മിക മൂല്യം കുട്ടികളിൽ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. കലാലയങ്ങളിൽ നിന്ന് പലതും അവർ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ പഠിക്കുന്നതൊക്കെ മാനവന് ഉപയോഗപ്പെടുന്ന നിലക്ക് അവർക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ ഈ വിജ്ഞാനം ആവശ്യമാണ്. നമുക്കൊരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രവാസികളായ നമുക്ക് നല്ല ഉയർന്ന വിജ്ഞാനം ലഭിക്കുന്ന കാലഘട്ടമാണിത്, അല്ലെ? ഭൗതിക വിദ്യാഭ്യാസം, നല്ല ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുന്ന നമ്മുടെ മക്കൾ ഡിഗ്രിയും അതിനപ്പുറമുള്ളതൊക്കെ വാങ്ങി വലിയ ഒരു IPS അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥനൊക്കെയായി പുറത്തു വരുമ്പോ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു നല്ല ഉയർന്ന ഭൗതിക വിദ്യാഭ്യാസം നേടിയവനായി പുറത്തു വരുമ്പോ, അയാളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അയാൾ പഠിച്ച ആത്മീയ വിദ്യയായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഭൗതിക വിദ്യാവാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ നല്ലതാണ്, ഏറ്റവും നല്ലത് തന്നെയാണ്, വേണം, പഠിക്കണം പഠിക്കണം പഠിക്കണം. ലെനിൻ പറഞ്ഞതുപോലെ കുട്ടികളോട് നിങ്ങളുടെ 1ാമത്തെ ഡ്യൂട്ടി പഠിക്കലാണ്, നിങ്ങളുടെ 2ാമത്തെ ഡ്യൂട്ടി പഠിക്കലാണ്, നിങ്ങളുടെ 3ാമത്തെ ഡ്യൂട്ടി പഠിക്കലാണ്. അതെ, പഠിക്കട്ടെ, പഠിച്ച് ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ഉണ്ടാവണം. കേരളത്തിൽ മുസ്ലിമീങ്ങൾ ആ വിഷയത്തിൽ പിന്നോക്കാവസ്ഥയിലാണ്. അതുകൊണ്ട് അവിടെ ഒക്കെ ഉന്നതിയിലേക്ക് കുതിക്കണം. പക്ഷേ ആ ഉന്നതിയിലേക്ക് ശീഘ്രഗതികൾ കുതിക്കുന്ന ആ വിദ്യാർത്ഥിയെ കടിഞ്ഞാണിട്ട് നിർത്തേണ്ടത് ആത്മീയ വിദ്യയാകുന്ന ബ്രേക്കിലൂടെയാണ്. അതും വേണം കുട്ടികൾക്ക്. ഇല്ലെങ്കിൽ എന്താ പറ്റുക? തകർന്നു തരിപ്പണമാകും. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് നല്ല സുന്ദരമായ പേരിനുടമ, വ്യക്തി ജീവിതവും അത്ര മോശമൊന്നുമല്ല, നല്ല ആള് തന്നെയാണ്. പക്ഷെ പലപ്പോഴും അയാളെ നയിക്കുന്ന അയാളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ പരിശോധിച്ചു നോക്കിയാൽ മതവിദ്യാഭ്യാസത്തിന്റെ കുറവ് നല്ല ശക്തമായി നിഴലിക്ക് നമുക്ക് കാണാൻ കഴിയും. ഒരു മുസ്ലിമാണ് താനെന്ന ഒരു ആർജവം പ്രകടിപ്പിക്കാൻ സാധിക്കാത്തത് അതിന്റെ കുറവ് തന്നെയാണ്. ഈ അടുത്ത് അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനം അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. ഓരോ മതക്കാരും അവരവരുടെ കുട്ടികളെ മതം പഠിപ്പിക്കട്ടെ, ഈ ഇന്ത്യയുടെ നല്ല ഭാവിക്ക് അതാണ് ആവശ്യം എന്ന് നമ്മുടെ രാഷ്ട്രപതി നമ്മുടെ രാജ്യത്തോട് അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി. അതെ, മതം പഠിപ്പിക്കട്ടെ സമൂഹത്തിന്റെ ഉന്നതമായ സൃഷ്ടിക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഈ ഭൗതികത്തിന്റെ ഏതു മേഖലകളിൽ വിരാജിക്കുന്നവനാണെങ്കിലും ശരി, അതിനൊക്കെ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ന് കാണുന്ന എല്ലാ ഭൗതിക നേട്ടങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചത് അറബികളാകുന്ന ആദിമ പണ്ഡിതന്മാരാകുന്നു എന്ന് കാണാം. ഇമാം റാസിയെ പോലെ, ഇബ്നു സീനയെ പോലെ, അവിസന്നയെ പോലെ, അങ്ങനെ എത്രയോ മഹാന്മാരായ പണ്ഡിതന്മാർ ഒക്കെ മുസ്ലിങ്ങളായ ആളുകൾ. പക്ഷെ അവരെ നയിച്ചിരുന്നത് ഈമാനിക ആവേശമായിരുന്നു എന്നാണ്. എല്ലാം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ. അങ്ങനെ വരുന്ന ഒരു കുട്ടിയെ ഒരിക്കലും കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം നാമധാരികൾ കോഴ വാങ്ങിയതിന്റെ പേരിൽ അറസ്റ്റിലാക്കപ്പെടുന്നതിന്റെ പിന്നിൽ അവർക്ക് കിട്ടേണ്ടുന്ന ആത്മീയ പോഷണം ലഭിക്കാത്തത് കൊണ്ടാണ്.
അവരാ പോസ്റ്റിലിരിക്കട്ടെ. അതോടൊപ്പം തന്നെ മനുഷ്യന് ഏറ്റവും ഉത്കൃഷ്ടമായ നിലക്കിൽ പ്രവർത്തിക്കുകയും വേണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നിലക്കൊക്കെ നല്ല നിലക്ക് വർത്തിക്കാൻ കഴിയണമെങ്കിൽ ഈ വിജ്ഞാനം കൂടിയേ തീരൂ. ഇല്ലെങ്കിൽ അത് തകർന്നടിയും. ഉമ്മയുടെ മുഖത്തു നോക്കി നിങ്ങൾ എന്നെ കൊല്ലും, എനിക്ക് നിങ്ങളോട് വരാൻ പറ്റില്ല എന്ന് പറയുന്ന മകൾ, നിങ്ങൾ തീരുമാനിച്ച വിവാഹത്തിന് ഞാൻ തയ്യാറല്ല, എന്റെ ബോയ് ഫ്രണ്ട് ഉണ്ട്, എനിക്ക് അവന്റെ കൂടെ പോകണം എന്ന് പറയുന്ന മക്കൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ ആത്മീയമായ വിജ്ഞാനം അവർക്ക് നൽകിയേ മതിയാവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, നമ്മുടെ കുട്ടികൾ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. നമ്മുടെ കുട്ടികൾ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നവരാവണം. നമുക്ക് ഉപകാരപ്പെടണം. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഉപകാരപ്പെടാൻ വേണ്ടി നമ്മൾ ആവുന്നിടത്തും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പരലോക ജീവിതത്തിൽ കൂടി നമുക്ക് ഉപകാരപ്പെടണം. സ്വർഗത്തിൽ നടന്ന ഒരു സംസാരത്തെ കുറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റജുല ലതർഫഉ ദറജതഹു ഫിൽ ജന്ന. ഒരു മനുഷ്യന് സ്വർഗത്തിൽ അവന്റെ പദവികൾ ഇങ്ങനെ ഉയർത്തപ്പെടുകയാണ്. അവന് പദവികൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അവൻ തന്നെ അറിയുന്നില്ല എങ്ങനെയാണ് എന്റെ പദവികൾ ഉയരുന്നത്. ഫയഖൂലു, അയാൾ ചോദിക്കുന്നു, അന്നാലി ഹാദാ, പടച്ചവനെ, ഈ പദവികൾ ഉയരാൻ മാത്രം എന്ത് നന്മയാണ് എനിക്കുള്ളത്? നീ എന്തിനാണ് എനിക്കിങ്ങനെ പദവികൾ ഉയർത്തി തരുന്നത്? അപ്പോഴതാ അയാളോട് പറയപ്പെടുന്നു, ബിസ്തിഗ്ഫാരി വലദികാലകാ, ഓ മനുഷ്യ, നീ നിന്റെ കുട്ടിയെ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നിന്റെ കുട്ടിക്ക് നല്ല പോഷണം നൽകിയിട്ടല്ലേ നീ പോന്നത്. അതാ നിനക്ക് വേണ്ടി നിന്റെ കുട്ടി കണ്ണീർ വാർത്തുകൊണ്ട്, പടച്ചവനെ എന്റെ ഉപ്പക്ക് പൊറത്തു കൊടുക്കണേ, പടച്ചവനെ എന്റെ ഉപ്പക്ക് നീ നന്മ വർദ്ധിപ്പിക്കണമേ എന്ന് നിന്റെ കുട്ടി അതാ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് മനുഷ്യ സ്വർഗത്തിൽ നിനക്ക് നിന്റെ പദവികൾ ഇങ്ങനെ ഉയരാൻ കാരണം. വേണ്ടേ സുഹൃത്തുക്കളെ, ഇതുപോലെ ഒരു കുട്ടിയെ നമുക്ക് നാളെ പടച്ചവന്റെ അടുത്തെത്തുമ്പോൾ, ഖബറിൽ കിടക്കുമ്പോ എന്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ പറ്റുന്ന ഒരു കുട്ടിയെ വേണ്ടേ നമുക്ക് സഹോദരങ്ങളെ? അതിന് വേണമെങ്കിൽ ഈ ആത്മീയ വിദ്യയിലൂടെ മാത്രമേ സാധിക്കൂ. വേറെ എന്തും അതിന് പരിഹാരമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപകാരപ്രദമായ വിജ്ഞാനം നിങ്ങൾ കൊടുക്കണേ മക്കൾക്ക്, ഉപകാരപ്രദമായ വിജ്ഞാനം കൊടുക്കണേ മക്കൾക്ക്. പ്രാർത്ഥിക്കാൻ അവിടെ ഒന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, പടച്ചവനെ ഉപകാരപ്പെടുന്ന വിജ്ഞാനം നിന്നോട് ചോദിക്കുന്നു നാഥാ. ഉപകാരപ്രദമായ വിജ്ഞാനം ചോദിക്കാൻ, എനിക്കും എന്റെ കുടുംബത്തിന് ഉപകാരപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, പടച്ചവനെ ഉപകാരമില്ലാത്ത വിജ്ഞാനത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു തമ്പുരാനെ. ഉപകാരമില്ലാത്ത എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് യാതൊരു കാര്യവും എനിക്കില്ല പടച്ചവനെ. ഭൗതിക ലോകത്ത് നാളെ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഖബറിലും പിന്നീട് പരലോകത്തും എനിക്ക് ഉപകാരപ്പെടുന്ന വിജ്ഞാനം നീ നൽകണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുമാത്രമാണ് മരണശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്ന് പ്രവാചകൻ പറയുന്നു. ഇദാ മാത ഇൻസാനുൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യം മാത്രമാണ്, 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം അവനിൽ നിന്ന് മുറിഞ്ഞു പോകുന്നതാണ്. സ്വദഖത്തിൻ ജാരിയ, അവൻ ചെയ്തു വെച്ച നല്ല നടന്നുകൊണ്ടിരിക്കുന്ന സദഖയുണ്ടല്ലോ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സദഖ, ആ ധർമ്മമാണ് അവൻ ഉപയോഗപ്പെടുക. ഔ ഇൽമുൻ യുന്തഫഉ ബിഹി, പ്രയോജനപ്രദമായ വിജ്ഞാനമുണ്ടോ അതും പടച്ചവന്റെ അടുത്ത് ഉപകാരപ്പെടും. നിങ്ങളുടെ മക്കൾക്കത് നിങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ടോ? സമാധാനത്തോടെ ഖബറിൽ നിങ്ങൾക്ക് കിടക്കാം. എല്ലാ ദിവസവും എല്ലാ നിസ്കാരത്തിലും കൈ ഉയർത്തി പടച്ചവനോട് കുട്ടികൾ പറയും, എന്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, പടച്ചവനെ എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയില്ല അത്, പക്ഷേ എത്രയോ കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും സഹിച്ചു എന്റെ പിതാവും മാതാവും. അവർക്ക് വേണ്ടി പടച്ചവനെ നീ അവരോട് കരുണ കാണിക്കണേ തമ്പുരാനെ. എന്നോടവർ കരുണ കാണിച്ചതുപോലെ നിന്റെ കരുണാകടാക്ഷം അവർക്ക് നീ ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാനെ എന്ന് ദിനേന പ്രാർത്ഥിക്കുന്ന ഒരു മക്കൾ, ആ മക്കളെ വേണമെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു വിജ്ഞാനം നിങ്ങൾക്ക് കൊടുത്തിരിക്കണം. വേണ്ട, എന്റെ കുട്ടി മദ്രസയിലേക്ക് ഇനി വരില്ല, കാരണം ആ കുട്ടിയെ നിങ്ങൾ
കുട്ടിയെ നിങ്ങൾ വല്ലാതെ പീഡിപ്പിച്ചു. എന്താണ് പീഡനം സഹോദര? എന്താണ് പീഡനം? ആ പീഡനത്തിന്റെ കഥ അറിയുമോ നിങ്ങൾക്ക്? പീഡനം എന്തായിരുന്നു? ക്രിസ്മസിന് പോവരുത് എന്ന് പറഞ്ഞതാണ്, ക്രിസ്മസ് പാർട്ടിയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞതാണ് വിനീതരായ ഞങ്ങൾ ചെയ്ത കുറ്റം. അതിന്റെ പേരിൽ ഒരു മുസ്ലിം സഹോദരൻ പറഞ്ഞത് ഇനി വരുന്നില്ല കുട്ടി അങ്ങോട്ട് എന്നാണ്, ഇനി അങ്ങോട്ട് വരാൻ സാധ്യമല്ല എന്നാണ്. ഇങ്ങനത്തെ ഒരവസ്ഥയുണ്ടെങ്കിൽ ഈ മക്കൾ എങ്ങനെയാണ് ഉപകരിക്കുക സഹോദരങ്ങളെ? എങ്ങനെയാണ് ഉപകരിക്കുക? ഉപകാരപ്രദമായ വിജ്ഞാനം കൊടുക്കാൻ കഴിയണം. ഭൗതികമായ ഈ നശ്വരമായ ജീവിതത്തിൽ അതിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ ഒരുപക്ഷേ നമുക്ക് ധാരാളം നന്മകൾ ലഭിച്ചേക്കാം, ഇവിടെ ധാരാളം ദിനാറുകൾ ലഭിച്ചേക്കാം, ധാരാളം ഭൗതിക സൗകര്യങ്ങൾ ലഭിച്ചേക്കാം. പക്ഷേ നാളെ റബ്ബിന്റെ അടുത്ത് ലഭിക്കേണ്ടുന്ന ധാരാളം നന്മകൾ നമുക്ക് കൈമോശം വന്ന് പോവുകയും ചെയ്യും. അതുകൊണ്ട് മരണം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. ഇന്ന് വീണ് മരിച്ചുപോയാൽ എന്റെ മക്കളെ കുറിച്ച് എനിക്ക് സമാധാനമാണ്, എന്റെ മക്കൾ എന്നെ കൈവിടിയില്ല എന്ന സമാധാനം നിങ്ങൾക്കുണ്ടോ സഹോദരങ്ങളെ? എന്റെ മക്കൾ വേണ്ട, അവരൊരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല. കാരണം ഞാൻ അവർക്ക് ഭൗതികം കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ആത്മീയമായി അവരെ ഞാൻ അങ്ങേയറ്റം പരിപോഷിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് പ്രശ്നമില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ഞാനാകുന്ന രക്ഷിതാവിന് നിങ്ങളാകുന്ന രക്ഷിതാക്കൾക്ക് സാധിക്കുമോ എന്നത് ചിന്തിക്കേണ്ടതാകുന്നു. പക്ഷെ എല്ലാം നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ പലതും മറന്നു പോകാറുണ്ട്. നമ്മുടെ അശ്രദ്ധയാണത്. എത്ര ഖബറുകൾ നമ്മൾ കണ്ടു, പക്ഷെ മറന്നുപോയി. അതാണ് ഒരു കവി പറഞ്ഞത്, അന്നാസു ഫീ ഗഫ്ലത്തിൻ വൽ മൗതു യൂഖിലുഹും വമാ യുഫീഖൂന ഹത്താ തൻഫുദുൽ ഉമറു. മനുഷ്യൻ അശ്രദ്ധയിലാണ്. മരണങ്ങൾ, പല മരണങ്ങൾ അവനെ ഇങ്ങനെ വിളർച്ചുണർത്തുകയാണ്. എഴുന്നേൽക്കൂ, അശ്രദ്ധ വെടിയൂ, എഴുന്നേൽക്കൂ എന്ന്. ഇന്നലകളിൽ മദീനയിലേക്ക് പോയ വാഹനം അപകടത്തിൽപ്പെട്ടത് കണ്ടിട്ട് അങ്ങേയറ്റം വേവലാതി പൂണ്ട നമ്മൾ, മനസ്സിന് വിഷമത്തോടുകൂടി നിന്ന നമ്മൾ, ഇവിടെ ബോട്ടപകടത്തിൽ കണ്ടപ്പോൾ വിഷമം തോന്നിയ നമുക്ക്, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും മരണം നമ്മെ അങ്ങനെ അശ്രദ്ധയിൽ നിന്ന് ഉണർത്തുന്നു. പക്ഷേ വയസ്സ്, നമ്മുടെ ആയുസ് തീരുന്നത് വരെ യഥാർത്ഥ ഉണർച്ച നിങ്ങൾക്ക് ഉണരാൻ സാധിക്കുന്നില്ലല്ലോ. യുസയ്യൂന അഹാലിഹിം ബിജംഇഹിം വയൻളുറൂന ഇലാ മാ ഫീഹി ഖദ് ഖുബിറൂ. എത്രയോ ആളുകളുടെ മയ്യത്ത് കട്ടിലിന്റെ പിന്നാലെ നമ്മളും പോയതാണ്. എത്രയോ ആളുകളുടെ പിന്നാലെ നമ്മൾ കുടുംബത്തോടൊപ്പം കൂട്ടത്തോടെ പോയിട്ടുണ്ട്. എന്നിട്ട് വയൻളുറൂന ഇലാ മാ ഫീഹി ഖദ് ഖുബിറൂ. ഖബറടക്കപ്പെടുന്നത് നോക്കി കണ്ടവരാണ് നമ്മൾ. ഖബറിലേക്ക് വെക്കുന്നതും മുകളിൽ കല്ല് വെക്കുന്നതും മണ്ണിട്ട് മൂടുന്നതുമൊക്കെ നോക്കി നിന്നവരാണ് നമ്മൾ. വയർജിഊന ഇലാ അഹ്ലാമി ഗഫ്ലതിഹിം കഅന്നഹും മാ റഅൗ ശൈഅൻ വലാ നദറൂ. വയർജിഊന, എന്നിട്ട് നമ്മൾ മടങ്ങിപ്പോരുന്നു. ഇലാ അഹ്ലാമി ഗഫ്ലതിഹിം, നമ്മുടെ അശ്രദ്ധയുടെ സ്വപ്നങ്ങളിലേക്ക്, അങ്ങേയറ്റത്തെ സ്വപ്നത്തിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങിപ്പോവുകയാണ്. കഅന്നഹും മാ റഅൗ ശൈഅൻ വലാ നദറൂ. ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ധാരണയിലാണ്, എന്ന നിലക്കാണ് പിന്നീട് മനുഷ്യന്റെ പ്രവർത്തനം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്നവരായി തീരണം. മരണത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാവണം. എന്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ മാത്രമുള്ള കുട്ടികളെ വാർത്തെടുക്കപ്പെടണം. ഭൗതികമായ ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴും ആത്മീയത്തെ കൈവിടാതെ ഞാനൊരു മുസ്ലിമാണെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുന്ന മക്കൾ, വസ്ത്രധാരണത്തിൽ ഇസ്ലാമിന്റെ വസ്ത്രധാരണം സൂക്ഷിക്കാൻ കഴിയുന്ന മക്കൾ, ജീവിതത്തിലെ സംസാരങ്ങളിൽ പടച്ചതമ്പുരാനെ സൂക്ഷിച്ച് സംസാരിക്കാൻ കഴിയുന്ന മക്കൾ, പ്രവർത്തനങ്ങളിൽ അഖിലവും പടച്ചതമ്പുരാനെ സൂക്ഷിക്കാൻ കഴിയുന്ന മക്കൾ, പഠനത്തിൽ പടച്ചവനെ സൂക്ഷിക്കുന്ന മക്കൾ, രാത്രിയുടെ നിശബ്ദതയിൽ പടച്ചവനെ സൂക്ഷിക്കുന്ന മക്കൾ, രക്ഷിതാക്കളില്ലാത്തപ്പോഴും സൂക്ഷ്മതയോടെ നിലനിൽക്കുന്ന മക്കൾ, അങ്ങനെ ജീവിതത്തിന്റെ നാനാതുറകളിലും സൂക്ഷ്മതയോടെ വർത്തിക്കുന്ന, തഖ്വയോടെ ജീവിക്കുന്ന നല്ല കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണം. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ, ആ ആളുകൾക്ക് ഏറ്റവും ഉന്നതമായ അവസ്ഥയുണ്ട്. അല്ലാത്ത കുട്ടികൾ എത്ര ഭൗതിക നിലവാരത്തിൽ ഉയർന്നാലും ശരി, അവർക്കാർക്കും ഒരുമിച്ച് ആ കുട്ടിയുടെ അടുത്ത് പോലും നിൽക്കാൻ സാധിക്കും
സാധ്യമല്ല. ഖുർആൻ പഠിപ്പിക്കുന്നു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ഖുൽ നബിയേ പ്രഖ്യാപിക്കണം, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇത്തരം വിജ്ഞാനങ്ങൾ നേടിയെടുത്ത ആളുകളും അതില്ലാത്ത ആളുകളും സമമാകുമോ എന്ന് ചോദിക്കൂ നബിയെ. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകൾ മാത്രമാണ്, കുലങ്കശമായി ചിന്തിച്ചു മനസ്സിലാക്കുന്നവർ അവര് മാത്രമാണ് ബുദ്ധിയുള്ള ആളുകൾ. അതുകൊണ്ട് ഇത് രണ്ടും തുല്യമല്ല എന്ന് പഠിക്കണം. ഈ വിജ്ഞാനമുള്ളവർക്കാണ് പടച്ചവൻ ഏറ്റവും ഉയർന്ന സ്ഥാനം നൽകുന്നത്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. പടച്ച തമ്പുരാൻ നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും ഈ വിജ്ഞാനം ആർജിക്കുകയും ചെയ്ത ആളുകളെ പടിപടിയായി പടച്ച തമ്പുരാൻ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. ആലിമീങ്ങൾക്കുള്ള സ്ഥാനം സഹോദരങ്ങളെ, ആകാശത്ത് മിന്നിമറയുന്ന നക്ഷത്രങ്ങളെ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ആ നക്ഷത്രത്തിന്റെ കൂടെ നിലാവഴകൾ പൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രബിംബത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ചന്ദ്രബിംബത്തിന് നക്ഷത്രവ്യൂഹത്തിന്റെ ഇടക്ക് എത്ര സ്ഥാനമാണോ ഉള്ളത്, അതുപോലത്തെ സ്ഥാനമാണ് ഒരു വിജ്ഞാനമുള്ള കുട്ടിക്ക്. അതെത്ര ചെറിയ കുട്ടിയാണെങ്കിലും ശരി, അതെത്ര വലിയ കുട്ടിയാണെങ്കിലും ശരി, വലിയ ആളാണെങ്കിലും ശരി, അവർക്കൊക്കെ ഈ സ്ഥാനമാണ് ലഭിക്കുന്നത്. പദവികൾ പടച്ച തമ്പുരാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. അതുമാത്രമല്ല, ആ നേടിയെടുക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കും കൂലിയാണ്. ആ കുട്ടി അലിഫ് ലാം മീം ആ ആയത്തിലെ 3 അക്ഷരങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പാരായണം ചെയ്യാനറിയാത്ത പിതാവ് അപ്പുറത്തിരിക്കുന്നു. പക്ഷേ പിതാവിന്റെ പേരിലും 30 കൂലികൾ എഴുതപ്പെടുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെടുന്നു. വേണ്ടേ സഹോദരങ്ങളെ നമുക്ക് ഈ കൂലി? ഇനി നിങ്ങൾക്കറിയുമോ, ഇവർക്ക് മാത്രമേ പടച്ചവനെ ഭയപ്പെടാൻ സാധ്യമാകൂ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അടിമകളിൽ നിന്നും, പടച്ചവന്റെ അടിമകളിൽ നിന്നും അള്ളാഹുവിനെ ഭയപ്പെട്ടു ജീവിക്കുന്ന ആളുകൾ ആരെന്നറിയുമോ? പടച്ചവനെ കുറിച്ചുള്ള വിവരമുള്ള ആളുകളാണ്. ഖുർആൻ പഠിച്ചു മനസ്സിലാക്കിയ ആളുകൾ, ദീന് പഠിച്ച ആളുകൾ. ഇന്നതിന് ഇന്ന ശിക്ഷയുണ്ട്, ഇന്നതിന് ഇന്ന കൂലിയുണ്ട് എന്ന് ശരിക്ക് പഠിച്ച ആളുകൾക്ക് പടച്ചവനെ ഭയപ്പെടാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് അത്തരമൊരു സമൂഹ സൃഷ്ടിയാണ് നമ്മുടെ ലക്ഷ്യം. അതിനാണ് ഈ പ്രസ്ഥാനം. അതിനാണ് സഹോദരങ്ങളെ, 1 മാസക്കാലം നിങ്ങളുടെ ബുദ്ധിയെ തൊട്ടുണർത്തിക്കൊണ്ട്, നിങ്ങളുടെ ജീവിതത്തെ തൊട്ടുണർത്തിക്കൊണ്ട്, നിങ്ങളുടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നു. ഇവിടെ കൂടിയ നിങ്ങൾ ഓരോരുത്തരും, അത് ആണാവട്ടെ പെണ്ണാവട്ടെ ആരും, എല്ലാവരും അതിൽ ഭാഗഭാക്കാവേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ പടച്ച തമ്പുരാന്റെ അടുത്ത് മറുപടി പറയാതെ രക്ഷപ്പെടാൻ കഴിയില്ല. എത്രയോ ഫാമിലികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അല്ലേ? എത്രയോ ഫാമിലികൾ. അവരിലേക്ക് ഈ സന്ദേശം എത്തിക്കണ്ടേ നമുക്ക്? പടച്ച തമ്പുരാന്റെ വിജ്ഞാനം പഠിപ്പിക്കൂ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. കുട്ടികളെ ദീനി വിജ്ഞാനം പഠിപ്പിക്കൂ. ഭൗതിക വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന സമയത്തിൽ ഒരു സമയം ഇതിന് കൂടി നിങ്ങൾ കാണൂ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഉണർത്തട്ടെ സഹോദരങ്ങളെ. അങ്ങനെ നിങ്ങൾക്ക് ഈ ക്യാമ്പയിൻ ഈ സമാപിക്കുന്നതിന് മുമ്പ് കാണാൻ കഴിയുന്നിടത്തോളം ആളുകളെ കണ്ട് ഈ സന്ദേശം എത്തിക്കുകയും അതിലൊരാളെങ്കിലും നിങ്ങൾ ഈ പറയുന്നത് ശ്രവിച്ചാൽ, കേട്ടാൽ, എല്ലാത്തിനേക്കാളും നിങ്ങൾക്ക് ഗുണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിന്റെ വർത്തമാനത്തിലൂടെ ഒരാളെങ്കിലും ഈ ആശയത്തിലേക്ക്, നിങ്ങൾ വിളിക്കുന്ന ഈ വർത്തമാനത്തിലേക്ക് കടന്നു വന്ന് അവർ പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹമാണ് കേട്ടോ. പ്രവാചകൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞിട്ട് ഒരാൾ നിങ്ങൾ പറഞ്ഞതുപോലെ വിജ്ഞാനം പഠിച്ച് അയാളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അയാൾ ചെയ്തതിന്റെ ഒരു കൂലി ലഭ്യമാണ്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ അക്കൗണ്ട് നിറക്കുകയല്ലേ നമ്മളിപ്പോ ചെയ്യുന്നത്? ബാങ്കിൽ അക്കൗണ്ട് നിറക്കുകയല്ലേ? പടച്ചവന്റെ ഖജനാവിൽ അക്കൗണ്ട് നിറച്ചോളൂ. നിങ്ങൾക്ക് 1 മാസത്തെ സുവർണാവസരം ഇതാ.
പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സുവർണാവസരമാണ് അക്കൗണ്ട് നിറക്കാൻ. റബ്ബിന്റെ അടുത്ത് ചെല്ലുമ്പോ കൈ നീട്ടി വാങ്ങാൻ എന്റെ കയ്യിലതാ കിതാബ് കണ്ടിരിക്കുന്നു, ഹാ ഉമുഖ്റഉ കിതാബി, വരൂ എന്റെ കിതാബ് വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിലാറാടാൻ, സ്വർഗത്തിൽ കടന്നുപോയി സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുവാൻ പടച്ചതമ്പുരാൻ നൽകിയ ഈ അനുഗ്രഹം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണം. കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ വെക്കണം. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ നാളെ ഖേദിക്കേണ്ടി വരും. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം അവരെന്തു പഠിക്കുന്നു, എന്തു വായിക്കുന്നു, എങ്ങനെയാണ് പോകുന്നത്, ആരാണ് അവരുടെ കൂട്ടുകാർ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ അറിയാതെ അവർ കുഴിയിൽ ചാടിപ്പോകും. മക്കൾക്കൊന്നും അറിയാത്തവരാണ്. അവരെ വഴിതെറ്റിക്കാൻ ഒരു ശക്തമായ ഗൂഢമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും കുട്ടികൾ ഏത് പാഠം പഠിക്കുന്നതിന് മുമ്പും ഖുർആൻ ഓതിയിട്ട് തുടങ്ങിയാൽ മതി, മകനെ മകളെ എന്ന് ശഠിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് വിജയം കിട്ടുകയുള്ളൂ. ഖുർആൻ ഓതിയിട്ട് മതി നിന്റെ ഏത് വാക്കും പഠിക്കേണ്ടത്, ആദ്യം ഖുർആൻ ഓതു, അത് കഴിഞ്ഞിട്ട് മതി എന്ന ആ ചിട്ട കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ എന്ന നോട്ടം. നിസ്കരിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നിസ്കരിക്കുന്നില്ല? എത്രയോ രക്ഷകർത്താക്കൾ എന്നെ വിളിച്ചു പറയലുണ്ട്, ഉസ്താദെ ഇവൻ നിസ്കാരം ശ്രദ്ധിക്കുന്നില്ല, ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഒന്ന് നിങ്ങളൊന്ന് അവനെ ഒന്ന് ശരിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്ന രക്ഷിതാക്കൾ എനിക്കറിയാം. അതുപോലെ തന്നെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അനുസരിക്കുന്നില്ല. എനിക്ക് പലപ്പോഴും ഫോൺ വരാറുണ്ട്, ഉസ്താദെ ഇന്ന് വരുമ്പോ ഒന്ന് ശക്തമായി പറയണം, കാരണം അവൻ എന്നോട് ഇന്ന് തട്ടിക്കേറിയിട്ടുണ്ട്. ആ കുട്ടിയെ രഹസ്യമായി വിളിച്ചിട്ട് ശരിക്കാ വിഷയം വിശദീകരിച്ചു കൊടുക്കലുണ്ട്. ആ കുട്ടിക്ക് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കലുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ അധ്യാപകരുടെ നമ്പറുകൾ അറിയാവുന്നതാണ്. പരസ്പര ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിതത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ചു പണിയെടുക്കാം. അങ്ങനെ ഒരു ഉത്തമമായ ഒരു സമൂഹ സൃഷ്ടി ഭൗതിക വിജ്ഞാനത്തിലും ആത്മീയ വിജ്ഞാനത്തിലും ഒരുപോലെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ നിലക്കൊരു കുട്ടിയെ നമുക്ക് വാർത്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഒരു സമൂഹ സൃഷ്ടിക്ക് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുന്നതിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നവരാക്കി തീർക്കുമാറാവട്ടെ. നാളെ പടച്ച തമ്പുരാന്റെ അടുത്തെത്തുമ്പോ നമ്മെ തള്ളിപ്പറയുന്ന മക്കളാക്കി തീർക്കാതിരിക്കട്ടെ. സ്വർഗത്തിലേക്ക് പോകുമ്പോ നമ്മുടെ പിഞ്ചോമനയെ കൂടി ആ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ, നമ്മുടെ കുട്ടികളോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കടക്കാൻ പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും പടച്ച തമ്പുരാന്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കുകയും മരിക്കുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും നാളെ സ്വർഗത്തിൽ കടക്കുകയും ചെയ്യുന്ന മുത്തഖികളിൽ അല്ലാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.